എന്താണ് നിലമ്പൂരിൽ പിണറായിസം? അല്ല, ഈ പിണറായിസം എന്ന് പറയുന്നത് തന്നെ ഒരു കളിയാക്കാൻ വേണ്ടി മറ്റേ ഇടതുപക്ഷ വിരുദ്ധരായ ആളുകൾ പ്രയോഗിച്ചൊരു വാക്കാണ്. സത്യത്തിൽ അങ്ങനൊരു വാക്കില്ല. അത് മാത്യു ടി തോമസ് ഇവിടെ ഭംഗിയായിട്ട് കൺവെൻഷനിൽ പറഞ്ഞു. ക്യാപിറ്റലിസം, സോഷ്യലിസം, മാർക്സിസം, കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. ലെനിനിസം പോലും അങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. അത് മാർക്സിസത്തിൻ്റെ ഒരു വികാസം എന്ന നിലയിൽ സംഘടനാ തത്വങ്ങളുടെ ഭാഗമാണ്, അങ്ങനെ വിശേഷിപ്പിക്കപ്പെടും. വേറൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ പിണറായിസം എന്ന് പറയുന്നത് ഒരു ആക്ഷേപ വാക്കായി പറഞ്ഞതാണ്. പക്ഷേ കേരളത്തിൻ്റെ സവിശേഷതകളുടെ ഒരു വിളിപ്പേരായി അതിനെ ഇന്നത്തെ ലോകം കണ്ടു. അതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ചാറ്റ് GPT ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, ക്ഷേമ പദ്ധതികൾ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പൊതുവെ വിളിക്കുന്ന ഒരു പേരാണ് പിണറായിസം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എതിരാളികളോട്, രാഷ്ട്രീയ പ്രതിയോഗികളോട് അഭ്യർത്ഥിക്കാറുള്ളത്, നിങ്ങൾ കളിയാക്കാനും ആക്ഷേപിക്കാനുമായി ഉപയോഗിക്കുന്ന വാക്കുകളാണെങ്കിലും കുറച്ച് കരുതലോടെ ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് മാറും എന്നാണ്. 11-16 UDF കാലവും 16 മുതൽ ഈ 25 വരെ എത്തിയ LDF കാലവും തമ്മിൽ താരതമ്യം ചെയ്യാൻ ഈ പിണറായിസം എന്ന അവര് തെറ്റായി ഉദ്ദേശിച്ചതാണെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടോ നിലമ്പൂരിൽ? തീർച്ചയായും വളരെ ചൂണ്ടിക്കാണിക്കാവുന്ന അടയാളങ്ങളുണ്ട്. ഇപ്പം പണ്ട് UDF നിങ്ങൾ ഈ പറഞ്ഞ UDFൻ്റെ ഭരണകാലത്ത് കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നു. ആദ്യം 1/2 മണിക്കൂർ, പിന്നെ 1 മണിക്കൂർ, പിന്നെ അപ്രഖ്യാപിത പവർ കട്ട്. വ്യവസായങ്ങൾക്ക് 100% വൈദ്യുതിയില്ല. ഇതായിരുന്നു. ഇപ്പം അത് മാറി. ഇപ്പം പവർ കട്ടില്ല. അപ്പോൾ കോൺഗ്രസ്സുകാരനായ ഒരാൾ ചിലപ്പോൾ രാഷ്ട്രീയ വിയോജിപ്പുണ്ടാവും, വിമർശനമൊക്കെ ഉണ്ടാവും. എന്നാലും ഇത് തെറ്റാണ്, ഞങ്ങളുടെ കാലത്തെ പോലെ പവർ കട്ട് വേണം എന്നാഗ്രഹിക്കില്ല. അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ മനുഷ്യരുടെ നിലയ്ക്ക്. അപ്പോൾ ക്ഷേമ പെൻഷൻ 1600 രൂപ കൊടുക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ 2 ഗഡു പെൻഷൻ വാങ്ങിയ ആളുകളെ കണ്ടു ഞാൻ. UDF കാലത്ത് അത് മുടങ്ങിപ്പോയിരുന്നില്ല. UDF ആണെന്നുകൊണ്ട് ഒരാൾ ആഗ്രഹിക്കുക ഇത് പഴയ പോലെ മുടങ്ങണം, ഇത് വേണ്ട അങ്ങനെ പറ്റില്ല. അപ്പോൾ നാടിൻ്റെ നന്മകൾ, ഈ വരുന്ന നേട്ടങ്ങൾ അത് പൊതുവിൽ അംഗീകരിക്കും, എല്ലാവരും സ്വീകരിക്കുകയും ചെയ്യും. രാഷ്ട്രീയമായി ചിലപ്പോൾ വിയോജിപ്പൊക്കെ ഉണ്ടെങ്കിലും ഇത് സ്വീകരിക്കുന്ന ഭിന്ന രാഷ്ട്രീയക്കാരെയാണ് നമുക്ക് കാണാൻ കഴിയുക. അവരും ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഭരണം ഒരു ടൈം കൂടി തുടർന്നാൽ കുറേ കൂടി ഇത്തരം കാര്യങ്ങൾ മെച്ചപ്പെടുമല്ലോ എന്ന ചിന്ത അവരുടെയും മനസ്സിലുണ്ട്.